أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم റബ്ബുൽ ആലമീൻ. ആലമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആലമീനിലെ ഈൻ എന്ന വാക്ക് ബുദ്ധിശക്തിയുള്ള സൃഷ്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആലമീൻ മനുഷ്യരുടെ ലോകം, മലക്കുകളുടെ ലോകം, ജിന്നുകളുടെ ലോകം എന്നർത്ഥം വരുന്നു. ഓരോ രാഷ്ട്രങ്ങളും, ഓരോ ഗോത്രങ്ങളും, ഓരോ തലമുറകളും ഓരോ ലോകങ്ങളാണ്. ഇതാണ് ആലമീൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. ഈ മുഴുവൻ സൂറത്തും ഒരു പ്രത്യേക ബന്ധത്തെക്കുറിച്ചാണ്. റബ്ബും അബ്ദും തമ്മിലുള്ള ബന്ധം, യജമാനനായ അള്ളാഹുവും അടിമകളായ നമ്മളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് ഈ സൂറത്തിലെ ഓരോ വാക്കും ആ ബന്ധത്തിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഒരൊറ്റ വാക്ക് പോലും അതിന് പുറത്തു പോകുന്നില്ല. ഈ സൂറത്ത് ആകാശങ്ങളെയും ഭൂമിയെയും കുറിച്ചല്ല, ബാക്കിയുള്ള ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുമല്ല. ഈ സൂറത്ത് നിങ്ങളെയും എന്നെയും അള്ളാഹുവിനെയും കുറിച്ചാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ആകുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ വംശങ്ങളും അവൻ്റെ അടിമകളാവുന്നു. നാം എല്ലാവരും അടിമകളാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ദൗത്യം തന്നെയല്ലേ? ഒരേ ദൗത്യമാണെങ്കിൽ ഒരു വംശവും മറ്റൊന്നിനേക്കാൾ ഉന്നതമാകുന്നില്ല, ഒരു രാജ്യത്തിനും മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് പറയാനുമാകില്ല. ആലമീൻ എന്ന വാക്ക് വർഗീയതയെ, ജാതീയതയെ തകർക്കുന്നു. നിറം, വംശപാരമ്പര്യം ഇതെല്ലാം ഇല്ലാതാക്കുന്നു. ആലമീൻ എന്ന ഒറ്റ വാക്ക് മനസ്സിലാകുമ്പോൾ തന്നെ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതാകുന്നു. കാരണം അള്ളാഹ് പറയുന്നു, ഞാൻ റബ്ബുൽ ആലമീനാണെന്ന്. അപ്പോൾ നാം അവൻ്റെ അടിമകൾ മാത്രം. എല്ലാവരും ആദമിൻ്റെയും ഹവ്വായുടെയും സന്തതികൾ, അള്ളാഹുവിൻ്റെ അടിമകൾ. ഒരേ ഒരു കുടുംബം, ഒരേ ഒരു റബ്ബ്, റബ്ബുൽ ആലമീൻ.